Hello friends, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് y is equal to 1 by root x then dy by dx is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. y എന്ന് പറഞ്ഞാൽ 1 by root x ആണ്. അങ്ങനെയാണെങ്കിൽ dy by dx ന്റെ വാല്യൂ എന്തായിരിക്കും വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി d by dx 1 by x ന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണെന്നുള്ളത് പഠിച്ചതാണ്. 1 by x സ്ക്വയർ ഞാൻ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1 by x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1 by x സ്ക്വയർ ആണ്. d by dx root x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by 2 root x ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ y is equal to 1 by root x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dx is equal to 1 by root x അല്ലേ, x ആണ് 1 by x ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ -1 by x സ്ക്വയർ -1 by x സ്ക്വയർ. x എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് എക്സ് അല്ല, അപ്പൊ റൂട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണോ ഞാൻ ഇവിടെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡിഫറൻസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫംഗ്ഷനിൽ എന്താണോ ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ റൂട്ട് എക്സിനാണ് ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. റൂട്ട് എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 1 by 2 റൂട്ട് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസൽ ആയി പോലെ മൈനസ് ഇൻറ്റു അല്ല, ഡയറക്റ്റ് ന്യൂമറേറ്ററും ഡയറക്റ്റ് റിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തൂടെ 1 by x2 root x. ഈ x2 root x പകരം 2x root x എഴുതട്ടെ, ഒന്ന് വൃത്തിക്ക് വേണ്ടി എഴുതുന്നതാണ്. 2x root x മൈനസ് 1 by 2x root x എന്ന് വരും. -1 by 2x root x. ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ y is equal to 1 by root x ന് പകരം x raised to 1 by 2 എന്ന് എഴുതാം. നമ്മൾ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളതാണ് ആ പ്രോപ്പർട്ടി. റൂട്ട് എക്സ് ആണെങ്കിൽ 1 by n raised to a ആണെന്നുണ്ടെങ്കിൽ a raised to 1 by n എന്ന് എഴുതാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ സൈന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇപ്പൊ x raised to n എന്നുള്ള ഫോർമാറ്റിലായില്ലേ. അപ്പൊ dy by dx is equal to -1 by 2 x raised to -1 ഇത് ഷോർട്ട് ആക്കി കഴിഞ്ഞാലും ഇതിലേക്ക് തന്നെ വരാം കേട്ടോ. അതിന്റെ വീണ്ടും മൈനസ് മാറ്റാൻ വേണ്ടി വീണ്ടും ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ മതി. ഓക്കെ അല്ലെ. രണ്ട് രീതിയിൽ എഴുതാൻ ആൻസർ കിട്ടുക. ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് x is equal to 3t square minus 1 y is equal to t raised to 3 minus t then dy by dx is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പാരാമെട്രിക് ഫംഗ്ഷൻ അല്ല. പാരാമെട്രിക് ഫംഗ്ഷനിൽ ഫസ്റ്റ് y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി. y നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3t സ്ക്വയർ -1 എന്ന് വരും അല്ലെ. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3t സ്ക്വയർ എന്ന് വരും. ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്നും വരും. ഇനി dx by dt ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t എന്നല്ല വരും. 2t × 3 എന്ന് പറഞ്ഞാൽ 6t എന്ന് വരും. 60 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 വരും. ആ 0 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വൈന്റെ എക്സിന്റെ ഡിഫറൻസിയേഷൻ കിട്ടില്ല. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് dy by dx ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. dy by dx എന്ന് പറഞ്ഞാൽ 3t സ്ക്വയർ -1 ഡിവൈഡ് ബൈ 60. y ന്യൂമറേറ്ററിലും കൊടുക്കുക, എക്സ് ഡിനോമിനേറ്ററിലും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുള്ളത്, 3t സ്ക്വയർ -1 ഡിവൈഡ് ബൈ 60. ഇതിന് എന്തെങ്കിലും കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ് 3t സ്ക്വയർ -1 ഡിവൈഡ് ബൈ 6t. ഓക്കെ അല്ലേ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ദ കർവ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2hy is equal to 0 the value of dy by dx at 0,1. dy by dx 0,0യിൽ dy by dx ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, dy by dx ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിനെ ഞാൻ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2hy equal to 0 എന്നാണ് അല്ലെ. അതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 2x. x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് വരും. y സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y. y ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തും കൂടി വരുന്ന പറഞ്ഞാൽ dy by dx വരുന്ന പറഞ്ഞിട്ടുള്ള. ഇനി അടുത്ത 2gx അല്ല. 2gx എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്നല്ല വരാം. അപ്പൊ എന്തായിരിക്കും വരാം, പ്ലസ് 2g എന്ന് വരും. എക്സിന് 1 എന്ന് പറഞ്ഞാൽ 2g എന്ന് വരും. പ്ലസ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ എക്സിന്റെ പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2h എന്നല്ല വരാം, 2h എന്ന് വരും. അതിന്റെ കൂടെ dy by dx കൊണ്ട് മൾട്ടിപ്ലൈ 0 എന്ന് വരും. ഓക്കെ അല്ലേ.
ഇനി തന്നിട്ടുള്ളതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെറുതാക്കണം. എന്നിട്ട് ചെറുതാക്കിയിട്ട് അതിൽ dy/d എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കുക. dy/dx എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം എക്സിനും വൈക്കും 0 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലെ? ഇവിടെ ഞാൻ dy/dx ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ 2y dy/dx ഉണ്ട് പ്ലസ് 2h dy/dx ഉണ്ട്. ബാക്കി 2x ഉണ്ട്, 2x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2x എന്നാവും. ഇവിടെ 2y ഉണ്ട്, അതും ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2y എന്നാവും. ഓക്കെ അല്ലെ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് dy/dx കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എല്ലാത്തിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാത്തിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത എന്താ ചെയ്യുന്നത്? dy/dx ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കാണ്. കാണുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത സ്റ്റെപ്പിൽ ഞാൻ dy/dx കോമൺ ആയിട്ട് പുറത്തെടുക്കാണ്. dy/dx എടുത്താൽ ഇവിടെ ബാക്കി എന്താണ്ടാവുക? 2y ആണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ എന്താണ്ടാവുക? പ്ലസ് 2h ആണ് ബാക്കി ഉണ്ടാവുക. ഈക്വൽ ടു 2x മൈനസ് 2y ഉണ്ടാവും. ഇൻറ്റു ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ dy/dx ഈക്വൽ ടു 2x മൈനസ് 2g ആട്ടത് 2g ഡിവൈഡഡ് ബൈ 2y പ്ലസ് 2h എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് ഇപ്പൊ ഫൈനൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഫൈനൽ കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് എക്സിനും വൈക്കും 0 വരുമ്പോൾ dy/dxന്റെ വാല്യൂ എന്താ വരാന്നാ ചോദിച്ചിട്ടുള്ളത്. എക്സിനും വൈക്കും ഞാൻ 0 എന്ന് കൊടുക്കാട്ടെ. അപ്പൊ ഇത് മൊത്തത്തിൽ 0 എന്നായില്ലേ? മൊത്തത്തിൽ 0 എന്നായില്ലേ? അങ്ങനെയാണെങ്കിൽ dy/dx ഈസ് ഈക്വൽ ടു മൈനസ് 2g ഡിവൈഡ് ബൈ 2h എന്നായില്ലേ? ഈ 2ഉം ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ മൈനസ് g/h എന്നായില്ലേ? മൈനസ് g/h ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് h ഒക്കെ ഈക്വൽ ടുവിന്റെ ഒരു സൈഡിൽ വെക്കാം. ബാക്കി dy/dx ഒക്കെ ഈക്വൽ ടുവിന്റെ ഒരു സൈഡിൽ വെക്കാം. ബാക്കിയൊക്കെ ഈക്വൽ ടുവിന്റെ അങ്ങോട്ട് കൊണ്ടുപോകുക. dy/dxനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. പുറത്തെടുത്തതിന്റെ ശേഷം ബാക്കിയുള്ളതും ഈക്വൽ ടുവിന് അങ്ങോട്ട് കൊണ്ടുപോകുക. പിന്നെ എക്സിനും വൈക്കും ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള വാല്യൂ കൊടുക്കുക. ക്വസ്റ്റ്യനിൽ 0,0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനും എക്സിനും വൈക്കും 0,0 എക്സിന് 0 കൊടുത്തു, വൈക്കും 0 എന്ന് കൊടുത്തു. അപ്പൊ അതിൽ ബാക്കി വന്നുള്ള മൈനസ് g/h ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് y ഈസ് ഇക്വൽ ടു e⁻3x മൈനസ് e⁻2x ഡിവൈഡ് ബൈ e⁻3x പ്ലസ് e⁻2x ദെൻ dy/dx ഈസ് ഇക്വൽ ടു. ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക? ഇത് ഫ്രാക്ഷൻ ആണ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുള്ള y ഈസ് ഇക്വൽ ടു e⁻3x മൈനസ് e⁻2x e⁻3x ഡിവൈഡ് ഇൻറ്റു e⁻2x ഡിവൈഡ് ബൈ e⁻3x പ്ലസ് e⁻2x ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ dy/dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത്. ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. 3x പ്ലസ് e⁻2x ഡിനോമിനേറ്ററിൽ അതേപോലെ തന്നെ വെക്കുക. പിന്നെ ഇൻറ്റു ന്യൂമറേറ്റർ ഉള്ളതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ന്യൂമറേറ്റർ ഉള്ളതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഓക്കെ അല്ല? ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നുള്ളൂ. പിന്നെ മൈനസ്, ഫ്രാക്ഷൻ ആയതുകൊണ്ട് മൈനസ് ആണ്. പിന്നെ ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. ന്യൂമറേറ്ററിൽ അതേപോലെ തന്നെ വെക്കുക. ഡിനോമിനേറ്റർ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലാണ് d/dx കൊടുക്കുക. ഫ്രണ്ടിലാണ് d/dx കൊടുക്കുക. ഡിവൈഡഡ് ബൈ e⁻3x പ്ലസ് e⁻2x ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിനെ സ്ക്വയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് രണ്ടും സെപ്പറേറ്റ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നാണെങ്കിൽ e⁻3x പ്ലസ് e⁻2x ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരാ? e⁻3x ഡിഫറൻഷിയേറ്റ് ചെയ്ത് e⁻3x ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ അല്ലെ? ഇൻറ്റു 3 എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. dy/dx e⁻ax ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? a e⁻ax എന്നല്ല പഠിച്ചിട്ടുള്ളത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു 3x ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരാ 3e റേസ് ടു 3x എന്ന് വരും മൈനസ് ഇവിടെ 2e റേസ് ടു 2x എന്ന് വരും. ഓക്കെ അല്ല, മൈനസ് ഇ റേസ് ടു 3x മൈനസ് ഇ റേസ് ടു 2x ഈ ഫ്രാക്ഷനിലുള്ള ഇത് അതേപോലെ തന്നെ എഴുതി ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടിന് സെപ്പറേറ്റ് വേറെയും ബ്രാക്കറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു 3x ഡിഫറൻഷിയേറ്റ് ചെയ്ത 3e റേസ് ടു x പ്ലസ് 2e റേസ് ടു 2x എന്ന് വരും. ഓക്കെ അല്ലേ? ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 3x പ്ലസ് ഇ റേസ് ടു 2x സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ല? ഇത്ര എഴുതിയിട്ടുള്ളതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? ഇതിൽ നെഗറ്റീവ് ആണ്, ഇത് മൊത്തത്തിൽ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ള എല്ലാത്തിനും ബാധകമാണ്. കൊടുക്കുന്ന സമയത്ത് ഇ റേസ് ടു എക്സ് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആവും. ഇത് എന്തായിട്ട് മാറും? ഇതിന് വീണ്ടും നെഗറ്റീവ് വരും. ഇതെന്തായിട്ട് പറയും? പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതും സെയിം അല്ലേ? ഇതും സെയിം അല്ലേ? നെഗറ്റീവ് സൈൻ അല്ലേ വന്നിട്ടുള്ളത്? നെഗറ്റീവ് സൈൻ അല്ല വന്നിട്ടുള്ളത്. ഇതും നെഗറ്റീവ് സൈൻ ആണ്, ഇതും നെഗറ്റീവ് സൈഡ്. അപ്പൊ ഇതും ക്യാൻസൽ ആയിട്ട് പോവും. പിന്നെ ഇതും നോക്കുന്ന സമയത്തും സെയിം തന്നെയല്ലേ? ക്യാൻസൽ ആയി പോകില്ലേ? ഇതും ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ എല്ലാം ക്യാൻസൽ ആയി പോയില്ലേ? ഈ വാല്യൂം ഈക്വൽ അല്ലേ? ഇതിന്റെ നടുവിൽ നെഗറ്റീവ് അല്ലേ? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ലേ? ക്യാൻസൽ ആയി പോയില്ലേ? ന്യൂമറേറ്ററിൽ 0 എന്ന് വന്നാൽ ഡിനോമിനേറ്ററിൽ എന്ത് വാല്യൂ വന്നിട്ടും കാര്യമുണ്ടോ? മൊത്തത്തിൽ 0 ആയില്ലേ? മൊത്തത്തിൽ 0 ആണ് വരുന്നത്. അപ്പൊ ആൻസർ വരാൻ നൺ ഓഫ് ദിസ്. അപ്പൊ ആൻസർ വരാൻ നൺ ഓഫ് ദിസ്. 18ന്റെ ആൻസർ നൺ ഓഫ് ദിസ്. ഓക്കെ ആണോ? 0 എന്നുള്ളത് അവർ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ആൻസർ വരാൻ നൺ ഓഫ് ദിസ്. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ എക്സ് ഈസിക്കൽ ടു ടി പ്ലസ് ടി റേസ് ടു -1 ആൻഡ് വൈ ഈസിക്കൽ ടു ടി മൈനസ് ടി മൈനസ് 1 ദ വാല്യൂ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ടി ഈക്വൽ ടു 2 ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാരാമെട്രിക് ഫംഗ്ഷൻ ഫസ്റ്റ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ടിക്ക് 2 എന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി ടി ചെയ്താൽ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരും. മൈനസ് ടി റേസ് ടു -1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരാം? പവറിലുള്ളത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇൻറ്റു ടി -1 എന്ന് വരും. ദാറ്റ് മീൻസ് -1 മൾട്ടിപ്ലൈ ചെയ്താൽ ടി മൈനസ് ആവും. -1 എന്ന് പറഞ്ഞാൽ -2 എന്ന് വരും. ഓക്കെ അല്ലേ? അങ്ങനെ മൈനസ് ടി -2. ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. ഓക്കെ അല്ലേ? ഇനി ഡി എക്സ് ബൈ ഡി ടി ആണെങ്കിലോ? ഡി എക്സ് ബൈ ഡി ടി ആണെന്നുണ്ടെങ്കിൽ ടി പ്ലസ് ടി റേസ് ടു -1. ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരും. പ്ലസ് ടി റേസ് ടു -1 ആണ്. ടി റേസ് ടു -1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ്, ഈ പ്ലസ് മാറിയിട്ട് എന്താവും? -t -2 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ ന്യൂമറേറ്ററിൽ എക്സിന്റെ വാല്യൂ കൊടുക്കണം. ന്യൂമറേറ്ററിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുക. ന്യൂമറേറ്ററിൽ എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ കൊടുക്കുക. ഡി വൈ ബൈ ഡി ടിന്റെ വാല്യൂ കൊടുക്കുക. ഡിനോമിനേറ്ററിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുക. ഇതാണ് ശരിക്കും ഡി വൈ ബൈ ഡി ടി എന്ന് വരാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടിക്ക് 2 വരുന്ന സമയത്ത് എന്താണ് വാല്യൂ വരാന്നാ ചോദിച്ചിട്ടുള്ളത്. ടിക്ക് 2 വരുന്ന സമയത്ത് എന്താണ് വാല്യൂ വരാന്ന്. ഇവിടെ ടിക്ക് പകരം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 റേസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ എന്നല്ല വരാം. 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 എന്നല്ല. അടുത്ത ടി റേസ് ടു -2 അതൊക്കെ ഇൻഡിസസ് പ്രോപ്പർട്ടി ആട്ടോ. ഇൻഡിസസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് എടുക്കാം. ഡിനോമിനേറ്ററിലേക്ക് എടുത്തു 2 സ്ക്വയറിന്റെ വാല്യൂ എടുത്ത് 1/4 എന്ന് കിട്ടി. ഓക്കെ അല്ല? അപ്പൊ ഞാൻ ഈ 2 റേസ് ടു ഇത് ഓരോ സ്റ്റെപ്പ് എഴുതിയെടുക്കണേ. 2 റേസ് ടു -2 പകരം 1/4 എന്ന് കൊടുത്തു. 1/4 പ്ലസ് 1 1/4 പകരം ഞാൻ 0.25 എന്ന് എഴുതാണ്. 1/4 എന്ന് പറയുന്നത് 4. 0.25 എന്ന് പറഞ്ഞാൽ ഈക്വൽ തന്നെയല്ലേ?
ഫ്രാക്ഷന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 1 + 0.5 എന്ന് പറഞ്ഞാൽ 1.25 എന്ന് വരും. 1 - 0.5 0.75 എന്ന് വരും. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് ഈ വാല്യൂ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡെസിമലുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 1.25 / 0.75 ചെയ്യുമ്പോൾ ഡെസിമലുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ ഡെസിമലുള്ള വാല്യൂ എന്ന് പറയുന്നത് 3/5 ചെയ്ത് നോക്കുക. അതിന് ഈക്വൽ ആണോ നോക്കുക. അതിന് ഈക്വൽ ആയിരിക്കില്ല. ഇത് പോസിറ്റീവ് അല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ നെഗറ്റീവ് അല്ലല്ലോ. അപ്പോൾ ബിയും ആയിട്ടും മാച്ച് ആവില്ല. ഇനി അടുത്ത സി നോക്കുന്ന സമയത്ത് 5/3 എന്ന് പറയുന്നതും 1.25 / 0.35 എന്ന് പറഞ്ഞാൽ ഈക്വൽ തന്നെ ആയിരിക്കും. ഇവിടെ കാൽക്കുലേറ്റർ എടുക്കുക. 1.25 / 0.75 എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂയും 5.3 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്ററിൽ കൊടുക്കുന്ന വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് x³ - 2x² y² + 5x + y - 5 = 0 then dy/dx at x = 1 y = 1. എക്സിന്റെയും വൈന്റെയും വാല്യൂ 1 ആവുന്ന സമയത്ത് dy/dx എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. dy/dx സമയത്ത് എക്സിനും വൈക്കും 1 ആവുന്ന സമയത്ത് എന്തായിരിക്കും വാല്യൂ വരുന്നത്? dy/dxന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ വരുന്നത് x³ - 2xy 2x² y² x³ - 2x² y² plus 5x plus y -5 = 0. ഇതാണ് ക്വസ്റ്റ്യന്. അവരോട് ചോദിച്ചിട്ടുള്ളത് dy/dxന്റെ വാല്യൂ എന്താണ് വരിക? അറ്റ് x = 1ഉം y = 1ഉം ആവുന്ന സമയത്ത് എന്താണ് വാല്യൂ വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ 1, വൈന്റെ വാല്യൂ 1 വരുമ്പോൾ dy/dxന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാട്ടെ. x³ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x² എന്ന് വരും -2 ഇത് x² y² എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യണം കേട്ടോ. x² ഞാൻ അതേപോലെ തന്നെ വെച്ചു. y² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y വരും. y² ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ dy/dx എന്ന് വരും. പ്ലസ് അടുത്ത y² അതേപോലെ തന്നെ വെച്ചു. x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് വരും. ഓക്കെ അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ റൂൾ അവിടെ അപ്ലൈ ചെയ്തു. പ്ലസ് 5x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 5 എന്ന് വരും. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്നല്ല വരാം. അപ്പോൾ 5 എന്ന് വരും. y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy/dx = 0 എന്ന് വരും. ഓക്കെ അല്ലേ? =0 എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ dy/dxനൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ബാക്കിക്ക് = അങ്ങോട്ട് പോകും. അതന്നെയല്ലേ നമ്മൾ ഇതുവരെ ഉള്ള എല്ലാ സ്റ്റെപ്പിലും ചെയ്തിട്ടുള്ള. ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 3x² - 2x², 2y ഉണ്ട്. അപ്പൊ ഞാൻ 4 ആക്കി മൾട്ടിപ്ലൈ ആണ്. 4x² dy/dx -2 × -2 ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 4xy² + 5 dy/dx. ഓക്കെ അല്ലേ? ഇനി ഈ dy/dx വരുന്ന ഈ രണ്ട് ടേം ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ = അങ്ങോട്ട് കൊണ്ടുപോവാണ്. -4x² y dy/dx പ്ലസ് dy/dx = ഈ -4xy അങ്ങോട്ട് പോകുമ്പോൾ +4xy² എന്നാവും. ഈ +3x² അങ്ങോട്ട് പോകുമ്പോൾ -3x² എന്നാവും. ഇത് എടുത്തു 5 ഉണ്ട്. ഈ +5 അങ്ങോട്ട് പോകുമ്പോൾ -5 എന്നാവും. ഇതും എടുത്തു. ബാക്കി dy/dx ഇവിടെയും കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ആ dy/dx വെച്ചിട്ട് ബാക്കി കോമൺ ആയിട്ട് പുറത്തെടുക്കാണ്. dy/dx = -4x² y + 1 എന്ന് വരും. ഓക്കെ = 4xy² - 3x² - 5. ഈ +1 വരെ 1 മൈനസ് എന്ന് പറഞ്ഞ് കൊടുത്തോട്ടെ. 1 - 4x² y എന്ന് പറയുന്നതും ഈക്വൽ തന്നെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ dy/dx = 4xy² -
3x² minus 5 divided by 1 minus 4x² y. എക്സിന് 1 വൈക്കും 1 എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എക്സിന് 1 കൊടുത്താൽ 1. അപ്പോൾ 4 മൈനസ് ഇവിടെ 1² എന്ന് പറഞ്ഞാൽ 1² into 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ വരും. -5 divided by 1 1² എന്ന് പറഞ്ഞാൽ 1 വൈക്കും 1 എന്ന് പറഞ്ഞാൽ ഇവിടെയും 4 എന്ന് തന്നെ വരും. ഓക്കെ അല്ലേ? 4 minus 8 divided by 1 minus 4 എന്ന് വരും. 4 minus 8 എന്ന് പറഞ്ഞാൽ -4 divided by -3 എന്ന് വരും. ഈ മൈനസും ക്യാൻസൽ ആയി പോകും. 4/3 എന്ന് ആൻസർ വരും. 4/3 ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇനി അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡെറിവേറ്റീവ് ഓഫ് x² log x ഈസ് x² log xന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. x² log xന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. x² log x ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഫസ്റ്റ് x² ഞാൻ അതേപോലെ തന്നെ വെച്ചു. log xനെ ഞാൻ log xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x എന്ന് വരും. പ്ലസ് log xനെ അതേപോലെ തന്നെ വെച്ചു. x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് വരും. ഓക്കെ അല്ലേ? x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് വരും. ഇത് x² divided by x plus log x into 2x എന്ന് വരും. ഈ സ്ക്വയറും ഈ എക്സും ക്യാൻസൽ ചെയ്യാം. x plus log x 2x into 2x എന്ന് വരും. ഇതിൽ x കോമൺ ആയിട്ട് പുറത്തെടുക്കാം. x കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 plus 2 log x എന്ന് വരും. 1 plus 2 log x എന്ന് വരും. x കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 plus 2 log x എന്ന് വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ നിന്ന് ഞാൻ ഈ എക്സിനെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് എക്സിനെ കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ നിന്ന് എക്സിനെ എടുത്താൽ ഇവിടെ ബാക്കി എന്താവും? 1 ആണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ എന്താ ഉണ്ടാവും? 1 ആണ് ബാക്കി ഉണ്ടാവുക. 1 plus 2 log x എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി പുറത്തെടുക്കുന്നത് ഡൗട്ട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്തു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ ബാക്കി എന്തുണ്ടെന്ന് അർത്ഥം. ഇവിടെ ഇൻറ്റു 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ 0 ആയിട്ട് മാറും. അല്ലെ? ഇവിടെ ഇൻറ്റു 1 ഉള്ളതുകൊണ്ടാണ് ഈ എക്സ് നമുക്ക് എക്സ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. എക്സ് എൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എക്സ് എടുത്തവിടെ ബാക്കി എന്തുണ്ടെന്നാണ് അസംഷൻ? 1 ഉണ്ടെന്നാണ് അസംഷൻ. ദാറ്റ് മീൻസ് 1 plus 2 log x എന്നാണ്. ഇവിടെ 2 ഉണ്ട്. ആ 2 ഞാനൊന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ 21ന്റെ ആൻസർ കിട്ടി. ദ ഡെറിവേറ്റീവ് ഓഫ് 3 minus 5x divided by 3 plus 5x ഈസ് എന്താ പറയുന്നത്? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് വന്നിട്ടുണ്ട്. ഡിനോമിനേറ്ററിലും എക്സ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. y is equal to 3 minus 5x divided by 3 plus 5x ആണെന്നുണ്ടെങ്കിൽ 3 plus 5x ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെറിവേറ്റീവ് നമ്മൾ ഫ്രാക്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കല്? dy by dx ഈക്വൽ ടു ഡിനോമിനേറ്ററിലുള്ളത് അതേപോലെ തന്നെ വെക്കുക. ന്യൂമറേറ്ററിലുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ന്യൂമറേറ്ററിലുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് തന്നെ വരും. 5xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -5x എന്ന് 5 എന്ന് വരും. 5xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരാം. 5xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 5 എന്ന് വരും. മൈനസ് ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കാം. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് വരും. 5xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 5 എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഉള്ളതിനെ സ്ക്വയർ ചെയ്യുക. ഡിനോമിനേറ്റർ ഉള്ളതിനെ സ്ക്വയർ ചെയ്യുക. ഇങ്ങനെയായിരുന്നു നമ്മൾ ഫ്രാക്ഷന്റെ ഡിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 0 - 5 എന്ന് പറഞ്ഞാൽ -5 അല്ലേ? -5 കൊണ്ട് ഇത് ഫുള്ളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. -5 into 3 എന്ന് പറഞ്ഞാൽ -15 എന്ന് വരും. -5 into 5x എന്ന് പറഞ്ഞാൽ -25x എന്ന് വരും. ഇനി ഇവിടത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ മൈനസ് അതേപോലെ തന്നെ എഴുതാം. ഇവിടെ 5 ആണ്. 5 into 3 എന്ന് പറഞ്ഞാൽ 15 എന്ന് വരും. -5 into 5 എന്ന് പറഞ്ഞാൽ -25x എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ബൈ 3 plus 5x സ്ക്വയർ എന്ന് വരും.
അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മൈനസ് ഈ 15 ബാധകമാണ്, ഈ 25 ബാധകമാണ്. അപ്പൊ ഈ പോസിറ്റീവ് 15 എന്താവും, മൈനസ് ആവും. ഈ മൈനസ് ഉള്ളത് എന്താവും മാറും, പ്ലസ് ആയിട്ട് മാറും. ഓക്കെ അല്ല, ഞാൻ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് മൈനസ് ഉള്ളതുകൊണ്ട് ഈ മൈനസ് എല്ലാത്തിനും ബാധകമാണ്. ഓക്കെ അല്ലെ. ഇവിടെ -25x ഈ +25x ക്യാൻസൽ ആയി പോകും. -15 -15 -13 ഡിവൈഡ് ബൈ 3 + 5x² എന്ന് വരും. ഓക്കെ അല്ലെ. -13 ഡിവൈഡ് ബൈ 3 + 5x², ഓപ്ഷൻ സി എന്ന് വരും. ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് y = √2x + 3^2x then dy by dx is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യന് y = √2x - 3^2x വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലസ് √2x + 3^2x ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy by dx ആണ്. dy by dx = √x = 1/2 അല്ലേ, 1/2 അല്ലേ. അങ്ങനെയാണെങ്കിൽ 1/2 എന്താണോ ഞാൻ x ആയിട്ട് കണ്ടിട്ടുള്ളത് അതിന്റെ ഡിഫറൻസിയേഷനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഇവിടെ 2x-നാണ് ഞാൻ x ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പൊ 2x-നെ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 2x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 എന്നല്ല കിട്ടാം. 2x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x-ന് 1 എന്ന് വരാം. ദാറ്റ് മീൻസ് 2 എന്നല്ല വരാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് a⁻x ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a⁻x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d by dx, a⁻x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a⁻x log a എന്നല്ല വരാം. അങ്ങനെയല്ല വരാം. അങ്ങനെയാണെങ്കിൽ 3^2x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരാം, 3^2x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3^2x log എന്താണ്, a എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് 2 അല്ല എടുത്തിട്ടുള്ളത്, 3 അല്ല എടുത്തിട്ടുള്ളത്. a-ന്റെ സ്ഥാനത്ത് 3 അല്ല ഉള്ളത്. അപ്പൊ ഇവിടേക്ക് പകരം എന്ത് കൊടുക്കുക, 3 എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള 2x അല്ല. ഇവിടെയും എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ല, ഇവിടെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഡയറക്റ്റ് ന്യൂമറേറ്ററിനായിട്ട് മൾട്ടിപ്ലൈ ആവില്ല. മൾട്ടിപ്പിൾ ആവുന്ന സമയത്ത് ഈ 2 ഈ 2 ക്യാൻസൽ ആയില്ലേ, 1/2√2x എന്നായില്ലേ, 1/√2x എന്നായില്ലേ, പ്ലസ് 3^2x log 3 × 2 എന്നായില്ലേ. നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 1/√2x പ്ലസ് 2, ഈ 2 എന്നുള്ളത് × 2 ആട്ടെ, 2 × 3^2x log 3. ഓക്കെ, ഈ × 2 എന്നുള്ളത് അവർ ഇവിടെ ഫ്രണ്ടിൽ × 2 എന്ന് എഴുതിയതാണ് കേട്ടോ. ഈ × 2 എന്നുള്ളത് ഫ്രണ്ടിൽ × എന്ന് പറഞ്ഞ് എഴുതിയതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1/√2x പ്ലസ് 2 × 3^2x log 3 log to the base 3 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡെറിവേറ്റീവ് ഓഫ് ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. e⁻x-ന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e⁻x എന്ന് തന്നെ വരാം. അപ്പോ e⁻3x² - 6x + 3 ആണെന്നുണ്ടെങ്കിൽ e⁻3x² - 6x + 2 എന്ന് തന്നെ വരാം. അപ്പൊ അതിൽ എന്താണോ x ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ x കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. ഇവിടെ x കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താ വരാ, 3x² + 6x + 2 അല്ലേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് പറയാം. 2x × 3 എന്ന് പറഞ്ഞാൽ 6x എന്ന് വരും. 6x - 6x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6 എന്ന് വരും. 6x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6 എന്ന് വരും. അങ്ങനെയാണ് 6x -6 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ 6 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ x -1. ഇവിടെ x ഉണ്ടാവും, ഇവിടെ 1 ബാക്കി ഉണ്ടാവും. x -1 എന്ന് വരും. അത് തന്നെയല്ല ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ആൻസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് y = e⁻x + 1 ഡിവൈഡ് ബൈ e⁻x - 1 then dy by dx is equal to, ഇതും എന്താണ്, മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x വരുന്നുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷന്റെ ഡിവിഷന്റെ ആ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ e⁻x - 1 അല്ലേ. അപ്പൊ ഇതിന്റെ സ്ക്വയർ അല്ലേ ചെയ്യുക, ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിന്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പൊ ഇനി ന്യൂമറേറ്റർ മാത്രം ചെക്ക് ചെയ്താൽ പോരെ, ന്യൂമറേറ്റർ മാത്രം ചെക്ക് ചെയ്താൽ മതി. ന്യൂമറേറ്ററിൽ എന്തായിരിക്കും വരാം, ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക,
ന്യൂമറേറ്ററിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് എന്ന് വരും. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് വരും. മൈനസ് ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. ഡിനോമിനേറ്ററിലെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് -1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് വരും. രണ്ടിലും ഇ റേസ് ടു എക്സ് കോമൺ അല്ല, ഇ റേസ് ടു എക്സ് കോമൺ അല്ല. അപ്പം ഞാൻ ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കണമെങ്കിൽ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുക്കുകയാണ്. ഏത് മെട്രിക്സിലും ഒന്ന് നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇ റേസ് ടു എക്സ് -1ഉം മൈനസ് ഇ റേസ് ടു എക്സ് +1ഉം അല്ലേ. ഡിനോമിനേറ്റർ ഉള്ളത് അവിടെ ഉണ്ട്, ബാക്കി ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇത് ഇനി ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് -1. ഈ മൈനസ് ഇതിനും ബാധകമാണ്, ഇതിനും ബാധകമാണ്. -1 എന്ന് വരുന്നു. അല്ല, ഇ റേസ് ടു എക്സും ഈ ഇ റേസ് ടു എക്സും ക്യാൻസൽ ആയിപ്പോയി. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. ആണെങ്കിൽ ഇ റേസ് ടു എക്സ് -1 -1 എന്ന് പറഞ്ഞാൽ ഇൻറ്റു -2. ദാറ്റ് മീൻസ് -2 ഇ റേസ് ടു എക്സ് എന്ന് വരും. -2 ഇ റേസ് ടു എക്സ്. ഓപ്ഷൻ എ അല്ല കറക്റ്റ്. ന്യൂമറേറ്ററിൽ -2 ഇ റേസ് ടു എക്സ് വരുന്നത് ഓപ്ഷൻ എ അല്ലേ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യുക. എഴുതെടുക്കണമെങ്കിൽ എഴുതെടുക്കട്ടോ. ഇ റേസ് ടു എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടുത്തെ ഇ റേസ് ടു എക്സ് -1ന് അതേപോലെ തന്നെ എഴുതി. മൈനസ് ഇ റേസ് ടു എക്സ് +1ഉം എഴുതി. ഈ മൈനസും ഇതിനും ബാധകമായതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പം ഇ റേസ് ടു എക്സിന് മൈനസും വന്നു, 1ന് മൈനസും വന്നു. ഇതും ക്യാൻസലായി. -1 -2 എന്നായി. ഓക്കെ അല്ലേ? ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് x = 80² y = 280 then dy by dt t = 2 is. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? dy by dt കണ്ടുപിടിക്കുക. അതിനുശേഷം tക്ക് 2 എന്ന് കൊടുക്കുക. അതിനുശേഷം tക്ക് 2 എന്ന് കൊടുക്കുക. dy by dt എന്ന് പറഞ്ഞാൽ yനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2a എന്ന് വരും അല്ലെ. y = 280 ആണ്. അപ്പൊ dy by dt എക്സിന് പകരം t ആണെന്ന് കൺസിഡർ ചെയ്യുക. ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരും. ദാറ്റ് മീൻസ് 2a എന്ന് വരും. 2a എന്ന് വരും. 2a എന്ന് വരും. ഓക്കെ. ഇനി dx by dt ആണെന്നുണ്ടെങ്കിലോ, dx by dt x എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? a² ആണ്. t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a2t എന്ന് വരും. ഓക്കെ അല്ലെ? a2t എന്ന് വരും. ഓക്കെ. അപ്പൊ ഞാനിത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. x എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a ഡിവൈഡ് ബൈ y എന്ന് പറഞ്ഞാൽ 2a ആണ്. x എന്ന് പറഞ്ഞാൽ 2at ആണ്. ഈ 2aയും ഈ 2aയും ക്യാൻസൽ ചെയ്താൽ ബാക്കി 1/t ആയിരിക്കും ഉണ്ടാവുക. tക്ക് എന്ത് വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? tക്ക് 2 എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ tക്ക് 2 എന്ന് കൊടുത്താൽ 1/2 എന്ന് വരും. 1/2 ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലെറ്റ് f of x = √x + 1/√x². then f'2 is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. y = √x + 1/√x² ആണ്. അങ്ങനെയാണെങ്കിൽ f'2ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. f'2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ f of x കണ്ടുപിടിക്കണം അല്ലെ. f'(x) കണ്ടുപിടിക്കണം. f'(x) എന്ന് പറഞ്ഞാൽ dy by dx ആണ്. f'(x) എന്ന് പറയുമ്പോൾ ഞാൻ dy by dx കണ്ടുപിടിക്കുകയാണ്. dy by dx ഇതിനെ dy by dx കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇത് a+b ഹോൾ² എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത്. a+b ഹോൾ² എന്നുള്ള ഫോർമാറ്റിലുള്ളത്. അപ്പൊ ഞാൻ a+b ഹോൾ² എന്നുള്ള ഫോർമാറ്റിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. y = √a² plus b² plus 2 into a into b. ഓക്കെ അല്ലെ? ഈ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസൽ ആയല്ലേ. അപ്പൊ എക്സ് എന്ന് വന്നു. ഈ സ്ക്വയർ 1നും √x-നും ബാധകല്ലേ. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഈ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസൽ ആയി 1/x എന്ന് വന്നു. പ്ലസ് ഇതെന്തായിട്ട് ന്യൂമറേറ്ററിനായിട്ട് മൾട്ടിപ്പിൾ അവിടത്തൊക്കെ ഇൻറ്റു അല്ലേ. അപ്പൊ 2√x ഡിവൈഡ് ബൈ √x എന്ന് വരും. ദാറ്റ് മീൻസ് ഈ √x-ഉം ഈ √x-ഉം ക്യാൻസൽ ആയിട്ട് 2 എന്ന് വരും. ഓക്കെ അല്ലെ? ഈ √x-ഉം ഈ √x-ഉം ക്യാൻസൽ ആയിട്ട് 2 എന്ന് വരും. ഇതാണ് y എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? f'(x) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ dy by dx കണ്ടുപിടിക്കുകയാണ്. dy by dx എന്ന് പറഞ്ഞാൽ x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരും. 1/x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1/x² എന്ന് വരും. -1/x² എന്ന് വരും. 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്നും വരും. ഓക്കെ അല്ലെ? നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ f'(2)
ടു ആണ്. എഫ് ഡാഷ് ടു ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എഫ് ഡാഷ് ടു എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 1/4 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. 1 മൈനസ് 1 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ദാറ്റ് മീൻസ് 3/4 എന്ന് വരും. 3/4 എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 3/4. ഓപ്ഷൻ എ 3/4 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ദെൻ എഫ് ഡാഷ് 5 മൈനസ് എഫ് ഡാഷ് 8 ഈസ് ഇക്വൽ ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഡാഷ് 5ഉം എഫ് ഡാഷ് 8ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. എക്സാക്ട് നമ്പേഴ്സ് അല്ല കൊടുത്തിട്ടുള്ളത്, അവർ ന്യൂമറിക്കലി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇത് ഏതായിട്ടാണ് മാച്ച് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ എഫ് ഓഫ് എക്സിന് ഞാൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എഫ് ഡാഷ് എക്സ് ഈസ് ഇക്വൽ ടു, ഇതിനെ ഡിഫറൻഷിയേറ്റ്, എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x, 6xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6, 8നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2x മൈനസ് 1 എന്ന് വന്നു. 2x മൈനസ് 6 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? 2x മൈനസ് 6 എന്ന് കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എഫ് ഡാഷ് എക്സ് മൈനസ് എഫ് ഡാഷ് 8 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം എക്സിന് എന്ത് കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. എക്സിന് 5 എന്ന് കൊടുക്കുക. എന്നിട്ട് അത് വന്ന് എന്ത് മൈനസ് ചെയ്യുക, പിന്നെ എക്സിന് 8 എന്ന് കൊടുക്കുക. 2 × 8 മൈനസ് 6. ആദ്യം എക്സിന് ഞാൻ എന്ത് കൊടുത്തു, 5 എന്ന് കൊടുത്തു. പിന്നെ എക്സിന് എന്ത് കൊടുത്തു, 8 എന്ന് കൊടുത്തു. 5 എന്ന് കൊടുത്തപ്പോൾ 10 മൈനസ് 6, 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 4 വരും. 4 മൈനസ് 2 × 8 എന്ന് പറഞ്ഞാൽ 16, 16 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 10 വരും. 4 മൈനസ് 10 എന്ന് പറഞ്ഞാൽ മൈനസ് 6 എന്ന് വരും. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്താണ്, മൈനസ് 6 എന്നാണ്. 10 മൈനസ് 6 4, 16 മൈനസ് 6 10, 4 മൈനസ് 10 മൈനസ് 6. മൈനസ് 6 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷനിൽ മൈനസ് 6 എന്ന് കൊടുത്തിട്ടുണ്ടോ, ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ എഫ് ഡാഷ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എഫ് ഡാഷ് 2 കണ്ടുപിടിക്കാം. എഫ് ഡാഷ് 2 എന്ന് പറഞ്ഞാൽ ഈ എക്സിന് എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 × 2 മൈനസ് 6. 2 × 2 എന്ന് പറഞ്ഞാൽ 4, 4 മൈനസ് 6 എന്ന് പറഞ്ഞാൽ മൈനസ് 2 എന്ന് വരും. നമുക്ക് മൈനസ് 6 അല്ല വേണ്ടത്, ഇതിലേക്ക് 3 ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ 2 ഡാഷ് എക്സിലേക്ക് 3 ഇൻറ്റു ചെയ്താൽ പോരെ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ചെക്ക് ചെയ്ത് നോക്കാം. 3 എഫ് ഡാഷ് 2 ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 3 ഇൻറ്റു ഈ ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. 2 × 2 മൈനസ് 6. 2 × 2 എന്ന് പറഞ്ഞാൽ 4, 4 മൈനസ് 6 എന്ന് പറഞ്ഞാൽ മൈനസ് 2. 3 × മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 6 കിട്ടുന്നില്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓരോ ക്വസ്റ്റിനും ഓരോ സ്റ്റെപ്പ് ആയിട്ട് വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കുക. ഇതൊന്നും ശരിക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എഫ് ഡാഷ് 2 നേരത്തെ ചെയ്ത ക്വസ്റ്റിന്റെ ആ ഒരു നോളജ് വെച്ചിട്ട് ഈ 28ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. 5 കാണാം, വാല്യൂ കണ്ടുപിടിക്കുക, 8 കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക, ഡിഫറൻസ് എടുത്തപ്പോൾ മൈനസ് 6 എന്ന് കിട്ടി. മൈനസ് 6 ഓപ്ഷനിലായിട്ട് ഏതെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു k റേസ് ടു x റേസ് ടു k ആൻഡ് എഫ് ഡാഷ് 1 ഈസ് ഇക്വൽ ടു 10, ദ വാല്യൂ ഓഫ് k ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കെന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. കെന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ k എക്സ് റേസ് ടു k ആണ്. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കേണ്ട. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ k എക്സ് റേസ് ടു k മൈനസ് 1 ആയിരിക്കും, സ്വാഭാവികം അല്ലെ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ 10 ആണെന്നാണ്. എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ കേക്ക് 1 എന്ന് കൊടുക്കാണ്. ഞാൻ എക്സിന് 1 എന്ന് കൊടുക്കാണ്. എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 എന്ന് കൊടുക്കാന്നല്ല അർത്ഥം. എക്സിന് ഞാൻ 1 എന്ന് കൊടുക്കാണ്. 1ന്റെ പവറിൽ എന്ത് വന്നാലും 1 എന്നല്ല ആൻസർ കിട്ടാം. 1ന്റെ പവറിൽ എന്ത് വന്നാലും 1 എന്നല്ല. ദാറ്റ് മീൻസ് ഇത് ഞാൻ 1 ആണ് മൊത്തത്തിൽ 1 ആണെന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ k = 10 എന്നല്ല കിട്ടുന്നത്. k = 1ന്റെ പവറിൽ എന്ത് നമ്പർ വന്നാലും എന്തുണ്ടായിരിക്കും വരാം, എന്ത് നമ്പർ വന്നാലും 1 തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് k എന്ന് പറഞ്ഞാൽ 10 ആണ് വരാം. k റേസ് ടു എക്സിന്റെ ആദ്യം എഫ് ഡാഷ് എക്സ് ആക്കി, എന്നിട്ട് എഫ് ഡാഷ് 1 എന്ന് പറയുന്നത് 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ എക്സിന് 1 എന്ന് കൊടുത്താൽ ആൻസർ 10 എന്നാണ് വരാ. എക്സിന് 1 എന്ന് കൊടുത്താൽ മൊത്തത്തിൽ 1 ആയിട്ട് മാറിയില്ലേ. ആണെങ്കിൽ k = 10 എന്ന് വരും. 1 × k എന്ന് പറഞ്ഞാൽ k തന്നെയല്ലേ വരാം. ഓക്കെ അല്ലേ? ഇതാണ് 29ാമത്തെ ക്വസ്റ്റ്യന്.
പിന്നെ അത് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് y ഈസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ദെൻ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് റൂട്ട് എക്സ് വൈ സ്ക്വയർ മൈനസ് 4 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. y ഈസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? y ഈസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുകയാണ്. ഡി വൈ ബൈ ഡി എക്സ് ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് എന്ന് തന്നെ കിട്ടും. ഇ റേസ് ടു മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് തന്നെയാണ് കിട്ടുക. പക്ഷേ ഇ റേസ് ടു എന്താണ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡിഫറൻസിയേഷനെ കൊണ്ട് മൾട്ടിപ്പിൾ മൈനസ് എക്സിനാണ് ഡിഫറൻഷിയേറ്റ് മൈനസ് എക്സിനാണ് ഞാൻ മൊത്തത്തിൽ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരാം? മൈനസ് 1 എന്നല്ല വരാം. ഈ മൈനസ് 1 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാവൂലേ? ആവില്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇ റേസ് ടു മൈനസ് എക്സിനെ ഞാൻ ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താണോ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത് അതിന്റെ ഡിഫറൻസിയേഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ്. ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് 1 എന്നാണ് കിട്ടുക. മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നാണ് മൈനസ് ഇ റേസ് ടു എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? ഈ മൈനസ് ഇ റേസ് ടു എക്സ് ആണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി വൈ സ്ക്വയറും 4 ഇതിൽ ഈക്വേഷനിൽ ഞാൻ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് റൂട്ട് വൈ സ്ക്വയർ മൈനസ് 4 ആണ് അല്ലെ? വൈ സ്ക്വയർ മൈനസ് 4 ആണ് എനിക്ക് കാണേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് വൈ എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ അതിന് സ്ക്വയർ കൊടുത്തു, മൈനസ് 4 കൊടുത്തു. ഓക്കെ അല്ലേ? മൈനസ് 4 എന്ന് കൊടുത്തു. ഇത് ശരിക്കും ഈ വൈ സ്ക്വയർ മൈനസ് 4 എന്നുള്ളത് ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ശരിക്കും ഈ സ്ക്വയറും റൂട്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്, എങ്ങനെയാണ് അത് കട്ട് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് റൂട്ട് അല്ല ഈ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലല്ല ഇതുള്ളത്. ഞാനിത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇ റേസ് ടു എക്സ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. പിന്നെ ഈ മൈനസ് 4 ഉണ്ട്. ആ മൈനസ് 4 ഞാൻ കൊടുത്തു. ബ്രാക്കറ്റ് ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ അല്ല? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെയുള്ള ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ പ്ലസ് എം എന്നല്ലേ? ഇവിടെ മൈനസ് എക്സും എക്സും ആണ്. അപ്പോൾ എന്തായിട്ട് മാറും? ഇ റേസ് ടു 0 ആയിട്ട് മാറും. ഇ റേസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ല വരാം. ദാറ്റ് മീൻസ് ഇതിന്റെ വാല്യൂ 1 അല്ല. ഇത് നമ്മൾ മുന്നേ കുറേ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലും ഇൻഡിസസ് എന്ന ചാപ്റ്ററിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതപ്പോൾ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ അല്ലേ വരാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ അതാണ് ഇരുന്നത്. മൈനസ് എക്സ് റൂട്ട് ഇ റേസ് ടു എക്സ് ഇതായിട്ട് ഇക്വേഷൻ വരുന്നത്. ഇതിൽ കൊടുത്തുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് 4 പ്ലസ് 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? മൈനസ് 2 ആയിട്ട് മാറൂലേ? പ്ലസ് 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 2. ഇതിന്റെ കൂടെ ഞാൻ വെറുതെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെയല്ലേ വരാം. ദാറ്റ് മീൻസ് ഇത് 1 എന്നല്ല അർത്ഥം വരുന്നത്, അല്ല സെയിം എഫക്റ്റ് തന്നെയല്ലേ വരുന്നത്. ദാറ്റ് മീൻസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് റൂട്ട് ഇത് എന്തായിട്ട് മാറും? ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള ഫോർമാറ്റിലല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇ റേസ് ടു എക്സ് ആണ് എ എന്ന് പറയുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ല. അപ്പോൾ മൈനസ് ബി സ്ക്വയർ എന്നല്ല വരാം. ഇതാണ് ബി സ്ക്വയർ എന്ന് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറും ഈ റൂട്ടും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ 0. അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും വരാം? അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് സ്ക്വയറും റൂട്ടും ഞാൻ കട്ട് ചെയ്തു. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഒരു മിനിറ്റ്.
ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഈ റൂട്ടും സ്ക്വയറും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്ടാവുക ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് ബാക്കി ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മൈനസ് ഇതിനും ബാധകമല്ലേ. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്, ഈ മൈനസും ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഇ റേസ് ടു എക്സ്, ഈ മൈനസും ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാവും. ഓക്കെ, മൈനസും മൈനസും കൂടി വരുമ്പോൾ പ്ലസ് ആയില്ലേ. ഈ മൈനസ് ഇതിന് ഡയറക്റ്റ് വന്നു, ഈ മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി ഇ റേസ് ടു എക്സ് പോസിറ്റീവ് ആണ്, ഈ ഇ റേസ് ടു എക്സ് നെഗറ്റീവ് ആണ്, ക്യാൻസൽ ആയി. ഈ ഇ റേസ് ടു മൈനസ് എക്സ് നെഗറ്റീവ് ആണ്, ഈ ഇ റേസ് ടു മൈനസ് എക്സ് പോസിറ്റീവ് ആണ്, എല്ലാം ക്യാൻസൽ ആയല്ലേ. ബാക്കി വാല്യൂ എന്താ വന്നിട്ടുള്ളത്? 0 എന്നല്ല കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ വാല്യൂ വരാ ഓപ്ഷൻ സി 0. 0 കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ? ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്. ഇവിടെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ഫ്രാക്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിവൈഡ് ബൈ എക്സ്, രണ്ട് മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കാം. ന്യൂമറേറ്ററിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്നാണ് വരിക. അപ്പോൾ എക്സ് ഇൻറ്റു 2x മൈനസ് 0 എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ഡിവിഷൻ ആണ്. അപ്പൊ അടുത്ത് എന്താ വരാ? മൈനസ് ആണ് വരാ. പിന്നെ ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കാം. ഡിനോമിനേറ്ററിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഉള്ളതിന്റെ സ്ക്വയർ. ഓക്കെ അല്ലെ? എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ എന്ന് വരും, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും. 1 ആ വാല്യൂ അത് തന്നെയല്ലേ വരാം. ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ ഒരു വാല്യൂ ഓപ്ഷനിൽ ഇല്ലല്ലോ. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് ഈ മൈനസ് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഈ മൈനസ് കൂടെ എന്താവും? +1 എന്നാവും, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. 2x സ്ക്വയറിന് ഒരു എക്സ് സ്ക്വയർ മൈനസ് ചെയ്താൽ ഒരു എക്സ് സ്ക്വയർ അല്ലേ ഉണ്ടാവുള്ളൂ. 2x സ്ക്വയറിന് ഇത് 2 മാങ്ങ ഉണ്ട്, 2 മാങ്ങയെന്ന് ഒരു മാങ്ങ മൈനസ് ചെയ്താൽ ബാക്കി ഒരു മാങ്ങ എല്ലാം ഉണ്ടാവും. അപ്പൊ എക്സ് സ്ക്വയർ +1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നായി. ഓക്കെ അല്ലെ? എക്സ് സ്ക്വയർ +1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നായി. ഇനി ഞാൻ ഈ എക്സ് സ്ക്വയറിനും ഈ 1നും ബാധകമാണ്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് ആക്കി ഇതാണ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ +1 ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 +1 ബൈ എക്സ് സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോ ഏത് ക്വസ്റ്റ്യനാ ചെയ്തത്? 31ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 31ാമത്തെ ക്വസ്റ്റ്യനിൽ എ കേട്ടോ. ഓക്കെ അല്ലേ? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻസിയേഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ +1 ഡിവൈഡ് ബൈ എക്സ്. ഇവിടെ പ്ലസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം തന്നെ ഇവിടെ എന്തായിട്ടുണ്ട്? പ്ലസ് ആയിട്ടുണ്ട്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഇവിടെ പ്ലസ് ആവും. ബാക്കി ഡിഫറൻസ് ഒന്നും വരില്ലല്ലോ. ഇവിടെ പ്ലസ് ആയിട്ട് മാറും. +1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 തന്നെ വരാം. -1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് തന്നെയാണ് വരാം. പ്ലസ് എന്ന് വന്നു. ഇവിടെയും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സ് ഈ 1 × x² എന്ന് പറഞ്ഞാൽ മൈനസ് ആവും. ഈ 1നും എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. x² - x² എന്ന് പറഞ്ഞാൽ x² ആവും. ഇവിടെ എന്ത് വരും? മൈനസ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? രണ്ട് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ് തന്നെ വരും. അവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ് തന്നെ വരും. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലെ? സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്, സൈനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. മൈനസ് എന്നാവും, അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളേ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് y is equal to e raised to -2x then dy by dx is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. e raised to √2x ആണ് പറഞ്ഞിട്ടുള്ളത്. e raised to √2x. അപ്പൊ e raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e raised to x എന്നല്ലേ കിട്ടാം. ഞാൻ ആദ്യം ഈ √2x x ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇൻറ്റു എന്താണോ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡിഫറൻസിയേഷനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. √x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 √x അല്ലേ? ഞാൻ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. √x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 √x. √xന്റെ x എന്ന് പറയുന്നത് 2x അല്ലേ?
ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഞാൻ 2x മൊത്തത്തിൽ x ആയിട്ടല്ല കൺസിഡർ ചെയ്തിട്ടുള്ളത്. വീണ്ടും ഞാൻ x എന്ന് പറഞ്ഞാൽ 2x അല്ല കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ 2x വീണ്ടും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 എന്ന് വരും. ആ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. വീണ്ടും ഞാൻ x പകരം 2x അല്ല മൊത്തത്തിൽ x ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഈ ന്യൂമറേറ്റർ ഇതിന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട് അസ്യൂം ചെയ്യാം. ന്യൂമറേറ്റർ മൊത്തം ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ e⁻²x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് തന്നെ വരും. ഇൻറ്റു 2 ഡിനോമിനേറ്ററിൽ 2√2x എന്ന് വരും. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ ഉണ്ടാവുക? e⁻²x ഡിവൈഡഡ് ബൈ √2x എന്ന് വരും. e⁻²x ഡിവൈഡഡ് ബൈ √2x എന്ന് വരും. ഓക്കെ അല്ലെ? ഈ 2ഉം ക്യാൻസൽ ആയാൽ e⁻²2x ഡിവൈഡഡ് ബൈ √2x എന്ന് വരും കേട്ടോ. ഓപ്ഷൻ എ. ഇനി അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് x ഈസ് ഈക്വൽ ടു 1 - t² ഡിവൈഡഡ് ബൈ 1 + t², y ഈസ് ഈക്വൽ ടു 2t ഡിവൈഡഡ് ബൈ 1 + t², then dy/dx ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇവിടെ എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ ആണ് വരുന്നത്. dy/dx എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ടിക്ക് 1 കൊടുക്കാനും. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? dy/dx കണ്ടുപിടിക്കണം. dy/dt ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. y എന്ന് പറഞ്ഞാൽ 1 - t² ഡിവൈഡഡ് ബൈ 1 + t². ഇവിടെ എന്ത് വരുന്നുണ്ട്? ഫ്രാക്ഷൻ വരുന്നുണ്ട്. ഫ്രാക്ഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഫസ്റ്റ് ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ കൊടുക്കുക. dy/dx dt dy/dt ആണ് കണ്ടുപിടിക്കുക. ടീന്റെ ടേംസിലല്ല, എക്സിന്റെ ടേംസിലല്ല. അപ്പൊ dy/dt എന്ന് കൊടുക്കുക. ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. ന്യൂമറേറ്റർ ഉള്ളതിന്റെ ഡിഫറൻസിയേഷനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് വരും. t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -2t എന്ന് വരും. ഓക്കെ അല്ലെ? -2t എന്ന് വരും. ദാറ്റ് മീൻസ് ഇൻറ്റു -2t എന്ന് വരും. പിന്നെ മൈനസ് ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. ഡിനോമിനേറ്റർ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 0 + 2t എന്ന് വരും. 0 + 2t എന്ന് വരും. 0 + 2t ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഉള്ളതിനെ നേരെ സ്ക്വയർ ചെയ്യാം. 1 + t². ഓക്കെ, ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ നോർമലി ഫ്രാക്ഷൻ വരുന്ന സമയത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ള സെയിം മെത്തേഡ് തന്നെ കേട്ടോ. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. dy/dt ഇതിനെ ചെറുതാക്കാം. 1 + t² ഇൻറ്റു -2t ആണ്. ഈ 2t ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? -2t ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -2t തന്നെ വരും. -2t ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ -2t³ എന്ന് വരും. ഓക്കെ അല്ലെ? ഇവിടെ 2t ആണ് ബാക്കിയുള്ളത്. 0 കൺസിഡർ ചെയ്യേണ്ട. 2t ആണ് ബാക്കിയുള്ളത്. 2t - 2t³ എന്ന് വരും. ഓക്കെ അല്ലെ? ഈ 2t ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2t വരും. 2t ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ 2t³ എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 + t² എന്ന് വരും. ഈക്വൽ ടു dy/dx. ഇത് എഴുതിയെടുത്തതല്ലേ? നേരത്തെ പാക്ക് അടിച്ചിട്ട് നേരത്തെ എന്താണ് എഴുതുന്നുള്ള സ്റ്റെപ്പ് ചെയ്തിരിക്കണേ. dy/dx. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 2t - 2t³. ഈ മൈനസ് ഈ 2tക്കും ബാധകമാണ്, ഇതിനും ബാധകം. ഈ മൈനസും കൂടെ എന്തായിട്ട് മാറും? +2t³ എന്നായിട്ട് മാറും. 1 + t² എന്ന് വരും. ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോവും. -2tയും -2t -4t ഡിവൈഡഡ് ബൈ 1 + t² എന്ന് വരും. dy/dt. ഇനി അടുത്ത dx/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. x എന്ന് പറഞ്ഞാൽ x ആയിരുന്നു. ഇത് സോറി കേട്ടോ, ഇത് x ആയിരുന്നു. ഇത് x ആയിരുന്നേ, dx ആയിരുന്നേ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? dx/dt ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. dx/dt ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് y-ൻ്റെതാണ്. y-ൻ്റെതാണ് ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. y എന്ന് പറഞ്ഞാൽ 2t ഡിവൈഡഡ് ബൈ 1 + t² ആണ്. ഇതും ഫ്രാക്ഷൻ തന്നെയാണ് വരുന്നത്. ഇതും ഫ്രാക്ഷൻ തന്നെയാണ് വരുന്നത്. ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കാം. ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. ന്യൂമറേറ്റർ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2t ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 എന്നാവും.
ഇനി ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കുക. ഡിനോമിനേറ്റർ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് തന്നെ വരും. 2tനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t എന്ന് വരും. ഡിവൈഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലെ? ഇനി ഇതിനെ ചെറുതാക്കാന്നുള്ളത് 2 into 1 2 പ്ലസ് 2t സ്ക്വയർ മൈനസ് 2t into 2t എന്ന് പറയുന്നത് 4t സ്ക്വയർ എന്ന് വരും. 4t സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലെ? 2 into 2 4 t into t സ്ക്വയർ എന്ന് വന്നു. മൈനസ് 4t സ്ക്വയർ എന്ന് പറയും. 2t സ്ക്വയറിന് 4t സ്ക്വയർ മൈനസ് ചെയ്താൽ എന്താണ് വരാം? 2 പ്ലസ് 2t സ്ക്വയറിന് 4 മൈനസ് ചെയ്താൽ 2 4 മൈനസ് ചെയ്താൽ നെഗറ്റീവ് അല്ല വരാം. നെഗറ്റീവ് 2t സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലെ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. y എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2t സ്ക്വയർ dy ബൈ dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dy ബൈ dx y എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2t സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ x എന്ന് പറഞ്ഞാൽ മൈനസ് 4t ഡിവൈഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ഇതും ഇതും ക്യാൻസൽ ആയി പോവും. പിന്നെ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? മുകളിൽ 2 മൈനസ് 2t സ്ക്വയറും ഡിവൈഡ് ബൈ മൈനസ് 4t ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇതായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇതിൽ ടീന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 1. ടിക്ക് 1 എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് 2 മൈനസ് ടിക്ക് 1 കൊടുത്താൽ 2 തന്നെ വരും. മൈനസ് 4 ന്യൂമറേറ്റർ 0 4 എന്നായി. ഓക്കെ അല്ലെ? വാല്യൂ 0 ആണ് വരുന്നത്. 34 0 എന്നാണ് വരാം. ഓക്കെ അല്ലെ? 34ന്റെ ആൻസർ വരുന്നത് 0. പിന്നെ ചിലർക്ക് ആൻസർ 0 കിട്ടുന്ന സമയത്ത് അത് ശരിയെന്നാണോ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണ് 0 വന്നെന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 0 വന്നാൽ 0 തന്നെയാണ് കറക്റ്റ്. നമ്മൾ ഏത് സ്റ്റെപ്പിൽ അത്രയും കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ 0 തന്നെയാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസിയേഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ റൈസ് ടു എക്സ് ദെൻ എഫ് ഡാഷ് 1 ഈസ് ഇക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എഫ് ഡാഷ് 1 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എഫ് ഡാഷ് 1 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കാം. ന്യൂമറേറ്റർ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് വരും. മൈനസ് ന്യൂമറേറ്റർ ഉള്ളത് അതേപോലെ തന്നെ വെക്കാം. ഡിനോമിനേറ്റർ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിവൈഡ് ബൈ ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്ന് വരും. ഈ രണ്ടിലും ഇ റൈസ് ടു എക്സ് കോമൺ ആണ്. ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. 2x മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്ന് വന്നു. ഈ ടൂവും ഈ ഓഫ് എക്സും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി ഉണ്ടാവുക 2 റൈസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ റൈസ് ടു എക്സ് എന്ന് ബാക്കി വന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇതാണ് ബാക്കി വന്നിട്ടുള്ളത്. നമ്മളോട് എക്സിന് 1 എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിന് 1 എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിന് 1 എന്ന് കൊടുക്കുകയാണ്. എക്സിന് 1 എന്ന് കൊടുക്കുന്ന സമയത്ത് 2 into 1 2 തന്നെ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ ഡിവൈഡ് ബൈ ഇ റേസ് ടു 1 എന്ന് വരും. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, ഇ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഇ തന്നെ 1 ബൈ ഇ എന്ന് കിട്ടും. ഓപ്ഷൻ ബി 1 ബൈ ഇ എന്ന് കിട്ടും. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസിയേഷനിൽ പഠിക്കാനുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചാപ്റ്റർ തന്നെയാണ്. കുറച്ച് ബേസിക് കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് നമ്മളൊരു 8 പ്രോപ്പർട്ടിയാണ് പഠിച്ചിട്ടുള്ളത്. dy ബൈ ഡി എക്സ് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, dy ബൈ ഡി എക്സ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ 0, dy ബൈ ഡി എക്സ് റൂട്ട് എക്സ് ആണെന്നുണ്ടെങ്കിൽ 1/2 റൂട്ട് എക്സ്, 1/x ആണെന്നുണ്ടെങ്കിൽ മൈനസ് 1/x സ്ക്വയർ, ലോഗ് എക്സ് ആണെന്നുണ്ടെങ്കിൽ 1/x, ഇ റേസ് ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെ, ഇ റേസ് ടു എ എക്സ് ആണെന്നുണ്ടെങ്കിൽ എ ഇ റേസ് ടു എ എക്സ്,
എ റേസ് ടു എക്സ് ഏതെങ്കിലും നമ്പറിന്റെ പവറിലായിട്ടാണ് എക്സ് വരുന്നതെന്നുണ്ടെങ്കിൽ എ റേസ് ടു എക്സ് ലോഗ് ഇ എ. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അഡീഷൻ ചെയ്യാം, സബ്സ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പേഴ്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ വെക്കുക, ജി ഓഫ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി വൈ ബൈ എഫ് ഓഫ് എക്സ് ചെയ്യുക, രണ്ടാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ പ്ലസ് രണ്ടാമത്തത് അതേപോലെ തന്നെ വെക്കുക, രണ്ടാമത്തെ ഫംഗ്ഷൻ അതേപോലെ തന്നെ വെക്കുക, ഫസ്റ്റത്തെ ഫംഗ്ഷന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലെ? എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ വെക്കുക, രണ്ടാമത്തെ ഫംഗ്ഷന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ അതേപോലെ തന്നെ വെക്കുക, ഫസ്റ്റത്തെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെയായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ. ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് അതേപോലെ തന്നെ വെക്കുക, ഡിനോമിനേറ്ററിലുള്ള തന്നെ ഫസ്റ്റ് അതേപോലെ തന്നെ വെക്കണേ, ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് അതേപോലെ തന്നെ വെക്കുക, ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് പിന്നെ എഫ് മുകളിലുള്ളത് അതേപോലെ തന്നെ വെക്കുക, ഡി വൈ ബൈ ഡി എക്സ് ഡിനോമിനേറ്ററുള്ളത് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് സ്ക്വയർ. ഇങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ. അത് കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് ശേഷം എന്താണോ എക്സ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ കൺസിഡർ ചെയ്തതിന്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കൺസിഡർ ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈ വരുന്ന സിറ്റുവേഷൻ ആണ്. വൈ വരാണെന്നുണ്ടെങ്കിൽ അവിടെ വൈനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പക്ഷെ അതിന്റെ കൂടെ ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി വൈ ബൈ ടീന്റെ ഫോർമാറ്റിലായിരിക്കും കൊടുക്കുന്നത്. വൈ ഈസിക്കൽ ടു എന്ന് പറഞ്ഞിട്ട് ടീന്റെ ഫോർമാറ്റിലായിരിക്കും, എക്സ് ഈസിക്കൽ ടു എന്ന് പറഞ്ഞിട്ട് ടീന്റെ ഫോർമാറ്റിലായിരിക്കും. ആ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വൈ ന്യൂമറേറ്ററിലും എക്സ് ഡിനോമിനേറ്ററിലും കൊടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതതിന്റെ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എക്സസൈസിന്റെ ഒന്നും ഈ എക്സസൈസ് ക്വസ്റ്റ്യനിൽ ഈ ലോഗരിതമിക് ഫംഗ്ഷന് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താണ് അതെന്ന് നോക്കാം. ലോഗരിതമിക് ഫംഗ്ഷൻ തന്നെ എക്സ് റേസ് ടു എക്സ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് റേസ് ടു എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, വാല്യൂ അറിയാം. അങ്ങനെ അറിയില്ല, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കൺസെപ്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുക. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഞാൻ ലോഗ് കൊടുക്കും. ലോഗ് വൈ ഈസിക്കൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. രണ്ട് സൈഡിൽ ഞാൻ ലോഗ് കൊടുത്തതിന് ശേഷം ഈ എക്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലോഗരിതത്തെ പ്രോപ്പർട്ടി പ്രകാരം ലോഗ് എം റേസ് ടു എൻ ആണെങ്കിൽ എൻ ഇൻറ്റു ലോഗ് എം എന്ന് എഴുതിക്കൂടാ, പവറിലുള്ളത് ഇങ്ങോട്ട് എടുത്തൂടാ. അപ്പോൾ ഞാൻ പവറിലുള്ള എക്സ് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്, എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് ആണ്. ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/y ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഈ സൈഡിൽ ഡിഫറൻഷിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സിനെ ഞാൻ അതേപോലെ തന്നെ വെച്ചു, ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x എന്ന് കിട്ടും. പ്ലസ് ലോഗ് എക്സിനെ അതേപോലെ തന്നെ വെച്ച് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ടു എന്നുള്ള ഫോർമാറ്റിലാണ് എനിക്ക് വേണ്ടിയത്. ഇത് എക്സ് ഇൻറ്റു എക്സ് ബൈ എക്സ് അല്ല, ഈ എക്സും ക്യാൻസൽ ആയിപ്പോയി. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയല്ലേ കിട്ടാം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് എന്നാവും അല്ലെ. ഈ 1/y ഈ y ഈക്വൽ ടു അങ്ങോട്ട് പോയാൽ എന്താവും? ഇൻറ്റു വൈ എന്നാവില്ലേ. ഈ ഡിവൈഡ് ബൈ y ഈക്വൽ ടു അങ്ങോട്ട് പോയാൽ y ഇൻറ്റു വൈ എന്ന ഈ 1 അതേപോലെ തന്നെ ഉണ്ട്, ലോഗ് എക്സും അതേപോലെ തന്നെ ഞാൻ എഴുതി. ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെയല്ലേ കിട്ടാം. y എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു എക്സ് അല്ല. അപ്പൊ ഈ വൈക്ക് പകരം ഞാൻ വീണ്ടും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്? എക്സ് റേസ് ടു എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ഈ എക്സ് റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് ആണ്. ഇതാണ് ഒരു ഫോർമാറ്റ് വരുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യനിലൊന്നും അധികം കൊടുത്തിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൺസെപ്റ്റ് പറയുന്ന ഏരിയയിൽ അവർ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ അല്ലെ? പിന്നെ ബേസിക് ഐഡിയ അബൌട്ട് ഹയർ ഓർഡർ ഡിഫറൻസ്, അതിന്റെ ബേസിക് ഐഡിയ മാത്രം ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും നോക്കി വെക്കട്ടോ, ടെക്സ്റ്റിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ, ഇനി ഇതിന്റെ പറയുന്ന ഹയർ ഓർഡർ ഡിഫറൻസിയേഷൻ ആണ്. ഹയർ ഓർഡർ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ നമ്മൾ എഫ് ഡാഷ് എക്സ് അതേപോലെ തന്നെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. ഇനി ഹയർ ഡിഫറൻസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. എക്സ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ അല്ലെ? ഇത് എഫ് ഡാഷ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക.
ഓക്കെ അല്ലെ? ഇതിനെന്താ കൊടുക്കുക? എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഈ ഡി വൈ ബൈ ഡി എക്സ് ആണെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. എഫ് ഡാഷ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ്, ഇതിന് എഫ് വൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഹയർ ഓർഡർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലെങ്കിൽ എഫ് ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഒക്കെ ഒന്നുമില്ല. ഇത് കണ്ടാൽ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട. നമ്മൾ ഓൾറെഡി ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടില്ല. അപ്പം എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ 6x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 0. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എങ്ങനെ? 3x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 6 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ 3x സ്ക്വയർ എന്നാവും, 6x സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 12x എന്നാവും, 6x ആണെങ്കിൽ 6 എന്നാവും. ഓക്കെ അല്ലെ? ഇനി ഈ എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയാം. ഇതിന് എനിക്ക് ഇനിയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടാം? 6x പ്ലസ് 12 എന്ന് കിട്ടും. ഓക്കെ, ഈ 6x പ്ലസ് 12 ഇതിനെ ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴല്ലേ 6x പ്ലസ് 12 എന്ന് കിട്ടിയിട്ടുള്ളത്. ഈ 6x പ്ലസ് 12നാണ് എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലെങ്കിൽ എഫ് ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയും. ഇതും എന്തിലും കൊടുത്തിട്ടില്ല, എക്സസൈസ് ബോക്സിൽ കൊടുത്തില്ല, ടെക്സ്റ്റ് ബുക്കിൽ കൺസെപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൺസെപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ അല്ലേ? എഫ് ഡാഷ് എക്സ്, ഇതിനാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ഇതിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് ഡി വൈ ബൈ ഡി എക്സ് ഇതാണ് വരുന്നത്. ഇതിന്റെ വാല്യൂനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയാണ് ഡിഫറൻഷിയേഷനിൽ പഠിക്കുന്നത്. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം ഇന്റഗ്രേഷൻ നോക്കാം. ഓക്കെ അല്ലേ? ചെറിയൊരു ബ്രേക്കിന് ശേഷം ഇന്റഗ്രേഷൻ നോക്കാം. ഇത് ഡിഫറൻസിയേഷൻ ബ്രേക്കിന് ശേഷമുള്ള ഇന്റഗ്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിക്ക് പഠിക്കുക. ഡിഫറൻസിയേഷൻ നല്ല വൃത്തിക്ക് പഠിക്കുക. അതിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പക്ക ആയിന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം മാത്രമേ ഇന്റഗ്രേഷൻ കാണാം. ബിക്കോസ് ഈ ഡിഫറൻസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇന്റഗ്രേഷനിൽ പഠിക്കുന്നത്. ഡിഫറൻസിയേഷൻ എന്താണ് പഠിച്ചിട്ടുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിഫറൻസിയേഷൻ പക്ക ആക്കിയതിന്റെ ശേഷം മാത്രം ഇന്റഗ്രേഷൻ കാണാം, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡിഫറൻസിയേഷൻ നല്ലോണം പക്ക ആക്കിയതിന്റെ ശേഷം മാത്രം ഇന്റഗ്രേഷൻ കാണും കേട്ടോ. അപ്പൊ താങ്ക് യു.